ഉണർത്തുന്ന അതേ രുചി ഇപ്പോൾ കേരളത്തിലും. പോപ്പുലർ ഫിനാൻസ് ഗോൾഡ് ലോൺ, സത്യസന്ധമായ സേവനം. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. മുട്ടുതേയ്മാനവും ചികിത്സയുമാണ് ഇന്ന് മൈ ഡോക്ടർ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിജു എം നായർ അതിഥിയായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്വാഗതം. ആദ്യം തന്നെ എന്താണ് മുട്ടുതേയ്മാനം എന്ന് വിശദീകരിക്കാമോ? നമുക്ക് സന്ധികളിൽ ദൈവം തന്നിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ജന്മന എല്ലാവർക്കും ഉള്ളതാണ്. അത് നമുക്ക് വേദന എടുക്കാതിരിക്കാനുള്ള ഒരു പ്രതലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഞരമ്പ് ഇല്ലാത്തതാണ് ഈ കാർട്ടിലേജ്. അവിടെ ഉരുമുമ്പോൾ നമുക്കത് വേദന എടുക്കില്ല. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, അത് പ്രായം കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാവാം, ഈ കാർട്ടിലേജ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ ഞരമ്പിൻ്റെ അല്ലെങ്കിൽ സെൻസേഷനുള്ള എല്ലുകൾ തമ്മിൽ മുട്ടി തുടങ്ങുമ്പോൾ ഉള്ള വേദനയ്ക്കാണ് നമ്മൾ സന്ധി തേയ്മാനം എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് വേദന അനുഭവപ്പെടാം, അതിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് പോകാം. എന്താണ് ഇതിന് പ്രധാനമായിട്ടും ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മുട്ടുതേയ്മാനം ഉണ്ടാകാനായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എങ്ങനെയാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പ്രായം കൊണ്ടുള്ള തേയ്മാനമാണ്. എല്ലാവരുടെയും കാർട്ടിലേജ് അങ്ങോട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഈട് നിൽക്കില്ല. ഒരു പ്രായം കഴിയുമ്പോഴത്തേന് ആ കാർട്ടിലേജിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ട് അതിന്ന് ഇളകി, ചില ഭാഗങ്ങൾ ഇളകിപ്പോയി നമുക്കത് മുടിയൊക്കെ നരയ്ക്കണ പോലെ തന്നെ അകത്തുള്ള കാർട്ടിലേജിനും ഒരുവിധം നര വന്നിട്ട് അത് ഇളകിപ്പോകുന്നത്. അതിനാണ് നമ്മൾ പ്രായം കൊണ്ടുള്ള തേയ്മാനം, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന, അതാണ് ഏറ്റവും സാധാരണ കാണാറുള്ളത്. പിന്നെ വേറെ തരത്തിലുള്ള സന്ധി കാർട്ടിലേജ് ഡാമേജും ഉണ്ടാവാറുണ്ട്. ഇൻഫ്ലമേഷൻ ആർത്രൈറ്റിസ് എന്ന ഗ്രൂപ്പിൽ വരുന്നത്, അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള ആമവാദങ്ങൾ, സന്ധിവാദങ്ങൾ, അങ്ങനത്തെ വാദങ്ങൾ വഴിയും ഈ കാർട്ടിലേജിന് ഡാമേജ് പറ്റി പോവാം. പിന്നെ ഇൻഫെക്ഷൻ കൊണ്ട് വേണമെങ്കിൽ ഡാമേജ് ഉണ്ടാവാം. അതല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഡാമേജ് വീഴ്ചകൾ കൊണ്ടോ അങ്ങനെ ഫ്രാക്ചറൊക്കെ കൊണ്ടിട്ട് ആ മുട്ടിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കാലക്രമേണ ഇതുപോലെ ഒരു തേയ്മാനം ഉണ്ടായി വരും. നേരത്തെ അപകടം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും? അതെ, അപകടമൊക്കെ ഉണ്ടായി നമുക്ക് ആ മുട്ടിൻ്റെ അലൈൻമെന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയോ അതിനെ നിലനിർത്തുന്ന പേശികൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിരിക്കുമ്പോൾ ആ മുട്ട് ഷേപ്പ് തിരിഞ്ഞോ അല്ലെങ്കിൽ ഒരു കോണ് കൊണ്ടൊക്കെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രായം കുറച്ച് സ്പീഡിൽ നടക്കും. ചില ഭാഗത്തുള്ള കാർട്ടിലേജ് നമുക്ക് വേഗം നഷ്ടപ്പെട്ടു പോവാം. അങ്ങനെയും അതിനാണ് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഈ മുട്ടിന് ഭയങ്കര വേദന. മുട്ടിന് എത്ര പ്രായമുണ്ട്? 40 വയസ്സുണ്ടല്ലോ. എന്തെങ്കിലും വീഴ്ചയോ ഇഞ്ചുറിയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. വേറെ സന്ധികൾക്ക് എന്തെങ്കിലും ഇതുപോലെ വേദന അനുഭവപ്പെടുന്നുണ്ടോ? വേറെ ഈ പുറത്തിലെ വേദനയാണ്. പുറത്തിലെ മസിലില്ലേ, ഇത് എപ്പോഴും എടുക്കുന്ന വേദനയാണോ അതോ എന്തെങ്കിലും ആയാസം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന വേദനയാണോ? നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര വേദന. കിടക്കുമ്പോൾ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 2 മാസമായി. ശരി, അതിന് മുമ്പായിട്ട് തുടങ്ങാൻ എന്തെങ്കിലും ഒരു കാരണമായിട്ട് ഓർക്കുന്നുണ്ടോ? വീഴ്ചയോ എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ബാധിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? അല്ല, പനി ഇങ്ങനെ ഓരോ കാലാവസ്ഥ വരുമ്പോൾ ജലദോഷം വരും. ഇങ്ങനെ മരുന്ന് മേടിക്കും. ശരി, അപ്പോൾ അതിന്റെ കുറച്ച് കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു 40 വയസ്സുകാരന് മുട്ടിൽ വേദന വരണമെങ്കിൽ സാധാരണ അത് തേയ്മാനം വരുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. വേറെ എന്തെങ്കിലും അതിന് കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചില അന്വേഷണങ്ങളൊക്കെ ചെയ്തു നോക്കേണ്ടതുണ്ടാവും. അതിൽ ചിലപ്പം ചില ബ്ലഡ് പരിശോധനകളൊക്കെ ചെയ്യണം. ഒരു ഡോക്ടർ തന്നെ നേരിട്ട് കാലിൻ്റെ ഇളക്കം എല്ലാം പരിശോധിക്കണം. ചിലപ്പോൾ അതിനകത്തുള്ള ഈ നമുക്ക് കുഷനിങ് ആയിട്ട് വെച്ചിട്ടുള്ള ചില ദശകളുണ്ട്, അതിനൊക്കെ എന്തെങ്കിലും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അത് ഇടയ്ക്ക് മുട്ടിൽ ജാമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതുകൊണ്ടൊരു പെയിൻ ഉണ്ടാവാൻ കാരണം ഉണ്ടാവാം. പിന്നെ നടുവെന്ന് ചിലപ്പോൾ ഈ ഞരമ്പിന്റെ ഇറിറ്റേഷൻ കൊണ്ടുള്ള വേദനയും മുട്ടിലേക്ക് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ ഈ ഒരു വേദന പറയുമ്പോൾ നമുക്ക് അത് അന്വേഷിച്ചെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ തന്നെ ഒന്ന് കാണിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു പരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. 1 മാസം കഴിഞ്ഞിട്ടുമൊക്കെ വേദന നിൽക്കുകയാണെങ്കിൽ അത് അന്വേഷിച്ച് പോകുന്നതാണ് നല്ലത്. ഡോക്ടർ, ഈ വേദന തന്നെയാണോ തേയ്മാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം? വേദനയാണ് അതിൻ്റെ ഏറ്റവും നമുക്ക് രോഗികൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വേദനയാണ്.
പക്ഷേ ആ വേദന എത്തുന്നതിന് മുമ്പ് ചില അതിൻ്റെ വാർണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരു സൈഡ് ചരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു മുട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നമ്മളൊരു തേയ്മാനം എത്തും എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് കാണിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ചിലപ്പം ഷേപ്പ് മാറ്റി നമുക്ക് അലൈൻമെൻറ്റ് തിരിച്ചു കൊണ്ടുവരാനുള്ള രീതികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നേരത്തെ തേയ്മാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സന്ധിയുടെ പ്രവർത്തനത്തിലുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ നമുക്ക് തേയ്മാനം വരാനുള്ള സാധ്യതയുള്ള സന്ധിയാണോ എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ പറ്റും. തേയ്മാനത്തിനുള്ള പ്രധാനപ്പെട്ട ചികിത്സകളെക്കുറിച്ച് നമുക്ക് തേയ്മാനം നമുക്കത് പല സ്റ്റേജിൽ നമുക്ക് ആൾക്കാർക്ക് ഉണ്ടാവാം. തുടക്കമുള്ള സ്റ്റേജ് ഉണ്ട്, കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുള്ള സ്റ്റേജ് ഉണ്ട്, ഏറ്റവും സിവിയർ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റേജസിലും എത്താം. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് അതിൻ്റെ ചികിത്സയും മാറിയിരിക്കും. തുടക്കത്തിലുള്ള സ്റ്റേജിലെല്ലാം നമ്മൾ ഏറ്റവും മിനിമം ചികിത്സ നോക്കുകയാണ്. അത് മരുന്നുകൾ വഴി നമുക്ക് വേദന കൂടുതലാണെങ്കിൽ വേദനയ്ക്ക് കുറവുണ്ടാക്കുന്ന മരുന്നുകൾ കഴിക്കാം. പിന്നെ നല്ല രീതിയിലുള്ള വ്യായാമം, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്താൽ നമുക്കത് സന്ധികൾക്ക് ചുറ്റുമുള്ള അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാം. സന്ധിയുടെ ചുറ്റുമുള്ള മസിലിനെ നമുക്ക് എക്സസൈസ് വഴി ബലമാക്കിയെടുക്കാം. ഡോക്ടർ, നമുക്ക് ചികിത്സകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. ഞാൻ വെച്ചൂരിന്നാ വിളിക്കണേ. ഓഹോ, വെച്ചൂരിന്നാ വിളിക്കണേ. പറഞ്ഞോളൂ. എന്റെ കാലിന്റെ ഉപ്പൂറ്റിയുടെ മേലെ കൊണ്ട് ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വന്ന് നിൽക്കുന്നു. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തൊക്കെ മരുന്ന് തന്നു. പിന്നെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് അപ്പൊ പിന്നെ ചെന്നപ്പോഴത്തേക്ക് ബാൻഡേജ് ചുറ്റാനായിട്ട് പറഞ്ഞു. എനിക്ക് ഒരു 5-6 ഇവിടെ നടക്കാൻ വയ്യ. നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നീര് കൊള്ളും, വേദന. ഉപ്പൂറ്റിക്ക് പുറയിലുള്ള വേദനയല്ലേ പറയണത്? ഉപ്പൂറ്റിയുടെ പുറകിൽ. ഇത് കുറച്ച് സാധാരണയായിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ്. പലർക്കും ഇതിങ്ങനെ കാരണമൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ വന്ന് കുറച്ച് നാൾ നിന്നിട്ട് അങ്ങ് ശരിയായി മാറുന്നതാണ്. സ്ത്രീകൾക്ക് ഇത് കുറച്ചുകൂടെ കാരണങ്ങൾ കൂടുതൽ വരാറുണ്ട്. അത് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പനിയോ അങ്ങനെ ഒരു വൈറൽ ഫീവറൊക്കെ വന്നാൽ അതിൻ്റെ ഒരു റിയാക്ഷൻ പോലെ ചിലപ്പോൾ ഇങ്ങനെ വരാം. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പതിവിലിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും സ്ട്രെയിൻ വന്നിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പോൾ നമുക്ക് ഷുഗർ ഉള്ള ഒരാളാണോ, അല്ലെങ്കിൽ ചില സന്ധിവാദങ്ങൾക്കൊക്കെ തുടക്കമുള്ള ഉണ്ടാവുന്ന ഒരാളാണോ, അതല്ല ചിലപ്പം ചെരുപ്പൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നമുക്ക് നടത്തയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇങ്ങനത്തെയൊക്കെ കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഉപ്പൂറ്റി വേദന വരാറുണ്ട്. അതിന് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ല കംഫർട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകളിലേക്ക് മാറുക എന്നുള്ളത്. ബാൻഡേജ് എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഒരു നല്ലൊരു മാർഗ്ഗമല്ല. മരുന്നുകളെ ആശ്രയിക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് ചിലപ്പം ഒരു 3-4 ആഴ്ചത്തേക്കൊക്കെ ചിലപ്പം നീര് കുറയ്ക്കാനുള്ള ഗുളിക മരുന്നൊക്കെ എടുക്കേണ്ട ആവശ്യം വരാം. രാവിലെ ഇച്ചിരി ചൂടുവെള്ളത്തിലും മാറി തണുപ്പ് വെള്ളത്തിലും ചൂടുവെള്ളത്തിൽ കാലൊന്ന് മുക്കി വെച്ചാൽ അതിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ മറ്റ് അസുഖങ്ങൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഷുഗർ പരിശോധനകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചില ബ്ലഡ് പരിശോധനകളൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് വെച്ചിരിക്കണം. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സുഖമാക്കി എടുക്കാൻ പറ്റും. ഡോക്ടർ, നമ്മൾ ചികിത്സകളെ കുറിച്ചാണ് സംസാരിച്ചത്, അതൊന്ന് വിശദീകരിക്കാം. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ചികിത്സ മതി. മരുന്നും ഫിസിയോതെറാപ്പിയും വ്യായാമങ്ങളും കൊണ്ട് തന്നെ അതിനൊരു നല്ല അളവിൽ കൺട്രോളാക്കി നിർത്താം. എന്ത് തന്നെ നമുക്കത് പ്രയാസങ്ങളുണ്ടെങ്കിലും രോഗികൾക്ക് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാനും നമ്മുടെ കാലിൻ്റെയും ഉപയോഗം നമുക്ക് കൂട്ടി തന്നെ കൊണ്ടുപോകാൻ തന്നെയായിരിക്കണം നമുക്ക് ശ്രമം. ആ നടത്ത കുറച്ചുകൊണ്ടോ നമ്മളെ വർക്ക് കാലിൽ ചെയ്യുന്ന ഉപയോഗം കുറച്ചതുകൊണ്ട് വേദനയ്ക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം ഉടനെ തോന്നിയേക്കാം. പക്ഷെ അത് അങ്ങോട്ട് ദീർഘദൂരത്തേക്ക് അത് നല്ലൊരു വഴിയായിരിക്കില്ല. അതിന് കൂടുതൽ വ്യായാമം വഴി മാത്രമേ അങ്ങോട്ട് അതിൻ്റെ ആ ആർത്രൈറ്റിസിൻ്റെ ഒരു സ്പീഡ് നമുക്ക് ഭാവിയിലേക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ആർത്രൈറ്റിസ് ആയിക്കഴിഞ്ഞാൽ അതിന് പല രൂപത്തിലുള്ള തുടക്കത്തിൽ ഇഞ്ചക്ഷൻ ചികിത്സകളുണ്ട്. അതിനപ്പുറം കീഹോൾ ചികിത്സകളുണ്ട്. അതിനകത്ത് പോയി നമ്മൾ മുട്ടിനെയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ചെറിയ പടലങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ചിട്ടുള്ളതിനെയൊക്കെ കഴുകി മാറ്റി കൊടുക്കുക. ചില പാടയുടെ ഇടയ്ക്ക് ജാമാവുന്നതിനെയൊക്കെ നമുക്ക് വെടിപ്പാക്കി അതിൻ്റെ ജാമാവുന്നത് മാറ്റി കൊടുക്കാം. പിന്നെ തുടക്കത്തിലുള്ള കാട്ടിലേജ് ഇളക്കത്തെയൊക്കെ നമുക്ക് അവിടെ ചെറിയ രീതിയിലുള്ള ചികിത്സകളൊക്കെ കൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് നിർത്താം. ഏറ്റവും സിവിയറായിട്ട് ആർത്രൈറ്റിസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പം മുട്ടിനെ മാറ്റി വയ്ക്കേണ്ടത് തന്നെ ഒരു ചികിത്സ ആവശ്യം വന്നേക്കാം. അതും വളരെ സക്സസ് വന്നിട്ടുള്ള ചികിത്സാ രീതിയാണ്. ഒട്ടും നമുക്ക് ഭയന്ന് മാറി നിൽക്കേണ്ട. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിക്കൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് എന്റെ കഴുത്തിന് വേദനയാണേ. കഴുത്തിന് കഴുത്തിന്റെ ഇടത് ഭാഗത്തിനാണ് എനിക്ക് വേദന. കഴുത്തിന്റെ തലയുടെ ബാക്ക് തുടങ്ങി
ഇങ്ങനെ ഞരമ്പ് പോലെ ഒരു വേദന വരുന്നുണ്ട്. ആ വേദന എന്റെ കൈക്ക് വരുന്നു. കൈ മുട്ടിന് താഴത്തേക്ക് വേദന ഇറങ്ങുന്നുണ്ടോ? വിരലിന്റെ അവിടം വരെ ചിലപ്പോ ഞരമ്പൊക്കെ എനിക്കൊരു വേദന വരും. ഒരു കൈക്ക് മാത്രമേ ഉള്ളോ വേദന? ആ തലയുടെ കഴുത്ത് വേദനയുള്ള ആ സൈഡ് തന്നെ കൈക്ക് വേദന വന്നത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ എനിക്ക് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയെങ്കിലും എന്റെ ഡിസ്കിന് ചെറുതായിട്ടൊരു കംപ്ലൈന്റ് ഉണ്ട്. ഈ അകൽച്ചയുണ്ടായിട്ട് ഞാൻ ആയുർവേദം കഴിച്ചു. എനിക്ക് ഇംഗ്ലീഷ് കഴിച്ചിട്ട് പറ്റാത്ത ഞാൻ ആയുർവേദം കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് നടന്നു. എനിക്ക് അതിന് കുറച്ച് സമാധാനം ആശ്വാസമായിരുന്നു. അതെ, ഇതിപ്പോ ഒരു വർഷം വരെ നീണ്ടു നിന്ന ഒരു പ്രശ്നമാണെങ്കിൽ അത് വെറുതെ ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നിട്ട് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ളതല്ല. നമുക്ക് അതിലേക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടാക്കണം. അതിന് ഒരു ഓർത്തോപെഡിക് ഡോക്ടറുടെ തന്നെ പരിശോധനകൾ ആവശ്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് അറിയാനുള്ളത് ഈ ഒരു കൈയിലേക്ക് വേദന ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഞരമ്പ് അവിടെ കഴുത്തിന്റെ ഇടയ്ക്ക് ഡിസ്കിനിടയ്ക്ക് അത് ജാമായിരിക്കണുണ്ടോ. അപ്പോൾ അത് ജാമായി കൂടുതൽ നാളിരുന്ന് അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ അതിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞരമ്പിന്റെ പ്രവർത്തനം തന്നെ കുറഞ്ഞു പോകും, നിന്നു പോവോ വരാം. അപ്പോൾ അത് നമുക്ക് കൈയുടെ ഭാവിയിലുള്ള പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കിട്ടണം. അതിന് ആദ്യം നമുക്ക് ചെയ്യുന്നത് കഴുത്തിൻ്റെ എക്സ്റേയിൽ എടുത്ത് അതിൻ്റെ ഒരു ഊഹം എടുക്കുക തേയ്മാനത്തിൻ്റെ. അതിൽ കൂടുതൽ തേയ്മാന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പിന്നെ MRI സ്കാൻ പോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാൻ എടുത്തിട്ട് ആ ഞരമ്പ് കറക്റ്റായിട്ട് എത്രമാത്രം പ്രഷറിലിരിക്കുകയാണെന്നുള്ളത് നമുക്ക് അറിയണം. അത് അറിഞ്ഞാൽ പല ഇതുപോലെ ജാമായിരിക്കുന്ന ഞരമ്പുകളെയും നല്ല രീതിയിലുള്ള ഓപ്പറേഷനുകളൊക്കെ വഴി നമുക്ക് നന്നായിട്ട് സുഖപ്പെടുത്താവുന്ന രീതികളുണ്ട്. അപ്പോൾ അതിനെ ഭയന്ന് നമ്മൾ മാറിയിരിക്കേണ്ട. അത് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാവുന്നതല്ല. എന്തായാലും ഒരു വിശദമായിട്ടുള്ള ഒരു സ്കാൻ പോലുള്ള ഒരു ടെസ്റ്റിന് നമുക്ക് ആവശ്യം തോന്നുന്നുണ്ട്. ഡോക്ടർ, സന്ധി മാറ്റിവെക്കലിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാം. നമുക്ക് തേയ്മാനം വളരെ സിവിയർ ആയിട്ട് ഒരു രോഗിക്ക് എന്നുമുള്ള നടത്ത തന്നെ ബുദ്ധിമുട്ടായി വരികയാണ്. അല്ലെങ്കിൽ അവർക്കൊരു സ്ഥിരമായിട്ട് പെയിൻ്റെ ഗുളിയെല്ലാം കഴിച്ച് ജീവിക്കേണ്ടി വരികയാണ്. ചിലപ്പോൾ എല്ലാ തേയ്മാനം ബാധിച്ച സന്ധികളൊക്കെ വളരെ നീർക്കെട്ട് ബാധിച്ച് നമുക്ക് തീരെ വികൃതമായ ഷേപ്പെല്ലാം മാറിയിട്ടൊക്കെ ഇരുന്ന് ചിലപ്പോൾ വെളിയിലേക്കുള്ള കാലിൻ്റെ വളവൊക്കെ ചില പ്രായമായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ദുഷ്കരമായിട്ട് ജീവിതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള തേയ്മാനം എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് സന്ധി മാറ്റി വയ്ക്കേണ്ടത് അനിവാര്യമായിട്ട് വരുന്നത്. ആ ഒരു സർജറിനെ നമ്മൾ ഒരിക്കലും പേടിച്ച് മാറി നിൽക്കേണ്ടതില്ല. അതായത് മോഡേൺ മെഡിസിനിലെ ഏറ്റവും സക്സസ് വന്നിട്ടുള്ള സർജറി ആയിട്ടാണ് എന്നെ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ അതിൻ്റെ തീരുമാനം അത് വേണ്ടി വരികയാണെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതിന് സന്ധിയുടെ പ്രതലങ്ങളെ മാറ്റിവെക്കുന്നതാണ് ഈ സന്ധി മാറ്റിവെക്കൽ സർജറി എന്ന് പറയുന്നത്. ലോകമെമ്പാടും വളരെ പ്രചാരം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സർജറിക്ക്. നമ്മുടെ തേഞ്ഞു പോയ സന്ധിയുടെ കോട്ടിങ്, അതിനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കോട്ടിങ് നമ്മൾ ഉണ്ടാക്കി ഇടുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ കോട്ടിങ്ങിലായിരിക്കും നമ്മൾ ആ മുട്ട് പിന്നെ പ്രവർത്തിക്കുക. അവിടെ ഞരമ്പിൻ്റെ സെൻസേഷനുള്ള ബോൺ പിന്നെ നമുക്ക് തട്ടുന്നില്ല. അതോടുകൂടി പെയിൻ ഒരു 98% നമുക്ക് രോഗികൾക്ക് അത് മാറിക്കിട്ടുന്നുണ്ട്. ആദ്യം ഒരു മാസത്തോളം ഉള്ള ആ ഒരു ഹീലിങ്ങിൻ്റെ ഉള്ള സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 98% ആൾക്കാരും വളരെ സന്തോഷമായിട്ട് പോകുന്നൊരു സർജറിയാണിത്. സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കുറവാണ് മറ്റ് സർജറികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനത്തുള്ള സർജറികൾ വേണ്ടി വന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറം രാജ്യങ്ങളിലുള്ള നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമ്പോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ആസ്ഥാനത്താണെന്ന് മനസ്സിലാവും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ ഈ രണ്ട് കാലിന്റെ മുട്ടുകളെ മാറി മാറി വേദന വരാറുണ്ട്. ഒരു കാലിന്റെ മുട്ടിന് വന്ന് കുറച്ച് ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് മറ്റേ കാലിൽ വരും. അതുപോലെ കയ്യുടെ കാലിനൊക്കെ വിരല് ജോയിന്റ് ഉണ്ട്. എത്ര പ്രായമുണ്ട്? ഇപ്പൊ 49 വയസ്സ്. ഈ നടക്കുമ്പോൾ മാത്രമുള്ള വേദനയാണോ അതോ കിടക്കുമ്പോഴും വേദന വരുമ്പോ എപ്പോഴും ഉണ്ട്? എപ്പോഴുണ്ട്. കാലുകളുടെ അടുത്ത് എപ്പോഴെങ്കിലും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല. 1-2 ദിവസം നിൽക്കും. ശരി. നീര് കാണാറുണ്ടോ? മുട്ടിനകത്ത് വെള്ളം കെട്ടി നീർക്കെട്ട് ബാധിച്ച പോലെ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചില രൂപത്തിലുള്ള ഈ ഇൻഫ്ലമേഷൻ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് അതിനകത്ത് പെടുന്നതാണ് ഈ സന്ധിവാദങ്ങൾ, ആമവാദം ഒക്കെ പറയുന്ന പോലുള്ള 100 തരത്തിലുള്ള വേറെ അതിന് സിമിലർ ആയിട്ടുള്ള വാദങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് തുടങ്ങുന്നതാണോ എന്നുള്ളത് നമുക്കത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് കൂടുതലും നമ്മൾ ചെയ്യുന്നത് ബ്ലഡിൻ്റെ പരിശോധനകളാണ്.
ബ്ലഡിലെ ESR, അങ്ങനെ റുമറ്റോയ്ഡ് ഫാക്ടർ, CRP അങ്ങനത്തെ പോലെ ചില ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് പൊതുവെ ശരീരത്തിലൊരു നമ്മുടെ ഒരു ജോയിന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഒരു അലർജി ഉണ്ടാവുന്നതാണ് ഈ തരത്തിലുള്ള വാദങ്ങൾ. അപ്പോൾ അങ്ങനെ അലർജിക്ക് കാരണമായിട്ടുള്ള വ്യക്തമായിട്ട് സൂചനകൾ ബ്ലഡിലുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ അങ്ങോട്ടുള്ള ചികിത്സ കൊണ്ടുപോകുന്നത് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ സന്ധിവാദങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ഉണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ അതിന് ചിലപ്പം പ്രത്യേകമായിട്ടുള്ള രീതിയിലെ മരുന്നുകളൊക്കെ നല്ല ലഭ്യമാണ്. അതിന് നല്ല ആശ്വാസം കൊണ്ടുവരിക്കാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് അതിന് എത്തുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം ഏത് തരത്തിലുള്ള ഒരു വാദമാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ ഇൻഫ്ലമേഷൻ ആർത്രൈറ്റിസ് അല്ല എന്നാണ് നമുക്ക് പരിശോധനകളിൽ നിന്ന് തെളിയുന്നതെങ്കിൽ പിന്നെ വേറെ നമുക്ക് മെക്കാനിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും തേയ്മാനം ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ കാർട്ടിലേജ് അല്ലെങ്കിൽ അകത്തുള്ള കുഷൻ ദേശീയമായിട്ടിരിക്കുന്ന മെനിസ്കസ് എന്ന് പറയുന്നത് അതിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കീറലുകൾ, ലിഗമെൻറ്റിൻ്റെ ഒക്കെയുള്ള ഡാമേജ്, ഇങ്ങനത്തെയുള്ളൊക്കെ വിഷയങ്ങളിലും വേറെ പല കണ്ടീഷനും ഉണ്ട് മുട്ടിനകത്ത് ഇങ്ങനെ വേദന ഉണ്ടാക്കാൻ കാരണമുള്ളത്. അതിന് വേറെ എക്സ്റേ ടെസ്റ്റുകളുണ്ട്, MRI പോലുള്ള ടെസ്റ്റുകളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഒരു കാരണം ആദ്യം നമ്മൾ പോയി കണ്ടുപിടിക്കണം. പിന്നെ അതിനടുത്തോട്ടുള്ള ചികിത്സകളിലേക്ക് പിന്നെ നോക്കി കൊണ്ടുപോകുന്നതാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേള എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. മൈ ഡോക്ടറിൽ ഒരു ഇടവേള. ARMC മൈ ഡോക്ടർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ARMC. ഊണുപൊടി പൊടിക്കാം, സദ്യ കെങ്കേമമാക്കാം, മലയിൽ സാമ്പാർ പൊടി. കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്, അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ. വണ്ടിയിലിരുന്ന് ഞാൻ കുറിച്ച ഏതാനും വരികൾ. ജോസഫേ, എന്താണ് സമചിത്തതയുടെ സമഭാവനയുടെ. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അവിടെ ഒടുക്കത്തെ ഒരു പാട്ടും. സിന്ദൂരച്ചവി സുരഭിലമാക്കിയ സുധീര മനസ്സിന് സ്വാഗതമോദം. ഇവിടെ ഞങ്ങൾ മനുഷ്യരാണ് താമസിക്കുന്നത്, അല്ല മൃഗങ്ങളൊന്നും അല്ല. ഒരു എല്ലാ റീച്ചിലും ഇറങ്ങിയിരിക്കുന്നു. ഇന്നു രാത്രി 10 മണിക്ക് ഡെമോക്രസിയിൽ ചുങ്കത് ജ്വല്ലറി ഡെമോക്രസി ബ്രോട്ട് യു ബൈ Real Gold, Everlasting Relationships, Chungat Jewelry. പവർഡ് ബൈ ഡബിൾ ഹോസ് പുട്ടുപൊടി. ഇനി പുട്ടുപോലെ പുട്ടുണ്ടാക്കാം. മൈ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, സന്ധി മാറ്റിവെക്കലിനെ കുറിച്ച് പറഞ്ഞു. ഇത് ഏത് പ്രായക്കാരിൽ ചെയ്യാൻ കഴിയും? പ്രായമായവർക്ക് ചെയ്യാനാകുമോ ഇത്? നമുക്ക് സന്ധികളുടെ തേയ്മാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതലും പ്രായം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സന്ധി തേയ്മാനം കൊണ്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ വേദനയും എല്ലാം നല്ല പ്രായമുള്ള ആൾക്കാരിലാണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നതും നമുക്ക് അധികം പ്രായമുള്ളവരിൽ തന്നെയാണ്. അത് കാരണം നമുക്ക് ഒരു പ്രായമായി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഈ സർജറി എന്ന് പറഞ്ഞാൽ പ്രായമായവരിൽ എന്ത് ചെയ്യണമെന്നൊക്കെ അവർ ചോദ്യം അവിടെ ഉദിക്കുന്നതേ ഇല്ല. അവർക്ക് വേണ്ടി മാത്രം പ്രധാനമായിട്ടും മാറ്റിവെച്ചിട്ടുള്ളൊരു സർജറിയാണിത്. എന്നിട്ട് കൂടിയാണ് ഇതിൻ്റെ സക്സസ് നമ്മൾ ഇത്രയും മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. 98% ആൾക്കാരെ സന്തോഷമാക്കാവുന്ന ഒരു സക്സസ് തന്നിരിക്കുന്നുണ്ട് ആ പ്രായത്തിൽ ചെയ്തിട്ട് കൂടി. ഈ പ്രായത്തിലുള്ളവർക്ക് പല അസുഖങ്ങളും കാണാം, പക്ഷെ എന്നിരുന്നാൽ കൂടി അതിനെയൊക്കെ നമുക്കിത് കൺട്രോളാക്കിയിട്ട് ഇത് ചെയ്തതിന് ശേഷമുള്ളൊരു ജീവിതം നമുക്ക് ഈ അസുഖങ്ങളെ തന്നെ നമുക്ക് ഭേദമാക്കുന്ന തരത്തിലുള്ളൊരു ജീവിതമായിരിക്കും. നമുക്ക് വളരെ ഉഷാറായിട്ട് ജീവിക്കാൻ പറ്റും, നടക്കാൻ പറ്റും. നമുക്കപ്പം BPയോ ഷുഗറോ പോലുള്ള അസുഖങ്ങളൊക്കെ ശരിക്കും താഴേക്ക് കുറഞ്ഞു വരികയാണ് ഇതിന് ശേഷം സംഭവിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെയുള്ളൊരു ചികിത്സയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റ് കരുതേണ്ടതാണ്. ഇത് കൂടാതെ നമുക്ക് പ്രായമായാലുണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു വീണ് എല്ല് പൊട്ടലൊക്കെ ഉണ്ടാവുക. നമുക്ക് പലരും പ്രായമായ ഇടുപ്പ് പൊട്ടി, നട്ടല് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയും പലപ്പോഴും ഒരു കാരണമാകുന്നത് ഈ വേദന എടുത്ത് പോണ ജോയിൻറ്റുകളായിരിക്കും. അത് നമുക്ക് അതിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങണമെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയിരിക്കണം. ആ വേദന എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ശരീരം പൊതുവെ ക്ഷീണിക്കാൻ തുടങ്ങും, മസിൽസൊക്കെ ബലം കുറഞ്ഞു പോകും, നേരെ നിൽക്കാനും ബാത്റൂമിലൊക്കെ ഇറങ്ങി പോകാനൊക്കെയുള്ള ആ ഒരു ഹെൽപ്പ് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയ്ക്കോളം നമ്മളത് കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോകാതെ അതിനൊക്കെ മുമ്പേ തന്നെ തുടക്ക ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ എന്നാൽ കുറച്ച് പ്രയാസം കൂടുതലായിട്ട് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ മുട്ട് മാറ്റിവെക്കാം. ഒരു 60-65 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഐഡിയലായിട്ടുള്ളൊരു പ്രായം എന്ന് പറയുന്നത്. കാരണം ഈ മുട്ട് മാറ്റിവെക്കുന്നതിന് ഈട് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ഒരു ഉദ്ദേശം ചിലപ്പോൾ ഒരു പണ്ടൊക്കെ നമ്മൾ 10 വർഷം വരെയൊക്കെ ഈട് നിൽക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഓപ്പറേഷൻ രീതികളും ഈ അകത്ത് വയ്ക്കണ ഇംപ്ലാൻസ് അതിനൊക്കെ കുറേ ഈട് നിൽക്കാനുള്ള ശക്തിയുണ്ട്. അതിന് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു 15 വർഷം വരെയും നമ്മൾ 95% ജോയിൻറ്റുകളിലും നല്ല പ്രവർത്തനം തരും.
അത് കഴിഞ്ഞ ഓരോ വർഷവും ഓരോ ശതമാനം കൊണ്ട് ഇത് കുറേ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയാലും നമുക്കൊരു 65 വയസ്സാക്കി ചെയ്യുന്ന ഒരു മുട്ട് ഒരു 30 വർഷം വരെ ഈട് നിൽക്കാനുള്ള ഒരു സാധ്യത 85%. അത് വളരെ നല്ലൊരു സക്സസ് ശതമാനമായിട്ടാണ് നമുക്ക് കരുതേണ്ടത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ പേര് ജോസ് എന്നാണ്. എനിക്ക് 65 വയസ്സായി. ശരി. ഒരു 2 മാസം മുമ്പ് ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല, വലത്തെ കൈ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഇടത്തെ കാലിന് ഉപ്പൂറ്റി എനിക്ക് നിലത്ത് കുത്തി നടക്കാൻ പറ്റുകയില്ല. ഭയങ്കര വേദന. അവിടെ എന്തെങ്കിലും നീർക്കെട്ട് പോലെ വീർപ്പ് പോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നീർക്കെട്ടും നീരുമൊന്നുമില്ല, പക്ഷെ ഭയങ്കര വേദനയാണ്. നിലത്തോട്ട് ഈ എല്ലിന്റെ അകത്ത്, പക്ഷെ ഞെക്കി നോക്കിയാൽ മാംസത്തിന്റെ അവിടെ ഒന്നും വേദനയൊന്നുമില്ല. ഉള്ളിലെ എല്ലിന്റെ അകത്ത് എവിടെയോ വേദന ഉള്ള പോലാണ് തോന്നുന്നത്. അപ്പൊ ഞാനൊരു ഓർത്തോയുടെ ഡോക്ടറെ കൊണ്ട് നീ കൈയൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് തേയ്മാനമാണെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ അന്നേരം ഈ കാലിന് വേദന ഇല്ലായിരുന്നു. കാലിന് വേദന തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസേ ആയിട്ടുള്ളേ. അപ്പൊ ഞാനതിന് ഡോക്ടറെ, ഒരു ഫിസിഷ്യൻ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് വേദനയ്ക്കുള്ള മരുന്നൊന്നും തരാൻ പറ്റില്ല. എനിക്ക് ഷുഗർ ഉണ്ട്, അത് കാരണം വേദനയ്ക്കുള്ള മരുന്ന് തരാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആയുർവേദം കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ആയുർവേദം പുറമേ വല്ലതും പുരട്ടുന്നുണ്ടെങ്കിൽ പുരട്ടിക്കോ. ശരി. ഇതിന് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളത് നമുക്ക് ഇതിനൊരു ചിലപ്പോൾ ഒരു കാരണമാവാറുണ്ട്. പലരിലും ഇങ്ങനെ കാലിലേക്കുള്ള ഞരമ്പുകളുടെയൊക്കെ പ്രവർത്തനം ചെറുതായിട്ട് കുറയാൻ തുടങ്ങി വരുന്നത് അവിടെയൊക്കെ വേദന ഒക്കെ ഒരു കാരണമാവാം. എന്തായാലും നമുക്ക് ഇതിനായിട്ട് ആദ്യത്തെ ചികിത്സയായിട്ട് എടുക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പല കടകളിലും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈ ഓർത്തോപെഡിക് ചെരുപ്പുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഭികാമ്യം ഒരു ഡയബറ്റിക് ഫുട്വെയർ, അല്ലെങ്കിൽ ഓരോ രോഗികൾക്കും അവരുടേതായ കാലിൻ്റെ ഷേപ്പിന് ഉണ്ടാക്കി കൊടുക്കുന്ന കസ്റ്റം ഫുട്വെയർ എന്നാണ് അതിന് പറയുന്നത്. അത് പല ഈ സർജിക്കൽസ് കടകളിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അവിടെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ചവിട്ടുമ്പോൾ നമുക്ക് ഉപ്പുറ്റി ഭാഗം നല്ലതായിട്ട് കുഷനിങ് തരുന്ന രീതിയിലുള്ള ചെരുപ്പിലേക്ക് എത്രയും പെട്ടെന്ന് മാറണം. അത് നമുക്ക് ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ആ ഒരു ചെരുപ്പിലേക്ക് നേരിട്ടായിരിക്കണം. പുറത്തും അകത്തും അതേപോലത്തുള്ള സോഫ്റ്റ് ചെരുപ്പുകൾ തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. ബെഡിലേക്ക് തിരിഞ്ഞ് കിടക്കാൻ പോകുന്നത് വരയ്ക്കും ആ ഒരു ചെരുപ്പിൻ്റെ ഉപയോഗം ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു രോഗിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ ഇത്തിരി രാവിലെ ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി കാലൊന്ന് മുക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം കൊടുത്താലും അതിൽ നിന്ന് കുറച്ച് ആശ്വാസം തരും. ഇത് കൂടാതെ നമുക്ക് ഡയബറ്റീസിൻ്റെ കൺട്രോൾ നല്ല കറക്റ്റ് കൺട്രോളിൽ തന്നെ ചികിത്സ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചില രക്തത്തിലുള്ള ചില ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. ചിലർക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഒരു റിയാക്ഷൻ പോലെയൊക്കെ അവിടെ നീർക്കെട്ടുണ്ടായിട്ടുള്ളതാണോ എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് നല്ല ഡയബറ്റീസ് കൺട്രോളിലുള്ള ഒരാൾക്ക് നമുക്കത് ഇതിന് മരുന്നുകൊണ്ട് കുറച്ച് ഒരു മാസം വരെയൊക്കെ പെയിൻ്റെ ഗുളിയൊക്കെ കഴിച്ചാലും ഇതൊന്ന് കുറച്ച് നിർത്താൻ പറ്റും. അതിൽ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് കൊടുക്കാവുന്ന ഇഞ്ചക്ഷൻ പോലുള്ള ചികിത്സകളും ലഭ്യമാണ്. ഒരു ഓർത്തോപെഡിക്സ് ഡോക്ടറെ കുറച്ച് നാളത്തേക്കൊന്ന് തുടർച്ചയായിട്ട് ചികിത്സ കൊണ്ടുപോകണം. സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം? സന്ധി മാറ്റിവെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം 1 മാസം നമുക്ക് അങ്ങനെ കടുത്ത വ്യായാമങ്ങൾക്ക് അനുവാദ്യമല്ല. നമുക്ക് വീട്ടിനകത്തൊക്കെ ഉള്ള ഒരു ഫ്രെയിം വെച്ചിട്ടുള്ള നടത്തമൊക്കെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് പുറത്തേക്കൊക്കെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നടക്കാൻ അനുവാദം ഉണ്ടാവും. ഈ വ്യായാമത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ദിവസം മുതൽ തന്നെ ശരിക്കും മസിലിൻ്റെ വ്യായാമം തുടങ്ങുന്നുണ്ട്. ആ മസിലിൻ്റെ പ്രവർത്തനം, മുട്ടിൻ്റെ ചലനം തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ 1-ാം ദിവസം മുതൽ തന്നെ തുടങ്ങി ഒരു 5-ാം ദിവസത്തോടുകൂടി രോഗിയെ ഹോസ്പിറ്റലിൽ കോറിഡോറിൽ നടത്തിച്ചിട്ട് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് വിടാറുള്ളൂ. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും തുടരേണ്ട ചില എക്സസൈസുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കും. മുട്ടിൻ്റെ ഒരു 90 ഡിഗ്രി വരെയുള്ള ഒരു മടക്കം എന്തായാലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കത് ആദ്യം പറഞ്ഞു കൊടുത്തു വിടുന്നത്. അത് കഴിഞ്ഞ ഒരു മാസത്തേക്ക് വരെയും ഈ ഒരു വീട്ടിനകത്തേക്കുള്ളൊരു നടത്ത പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എത്ര വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം അതിനുശേഷം ഉണ്ടാവും. അത് ഓരോ രോഗികളുടെയും സൗകര്യം അനുസരിച്ചിട്ട് അവരുടെ ആരോഗ്യത്തിൻ്റെ നില അനുസരിച്ചിട്ട് നമുക്ക് 1 കിലോമീറ്റർ നടക്കണമെങ്കിൽ നടക്കാം, 5 കിലോമീറ്റർ നടക്കണമെങ്കിൽ നടക്കാം. ചിലരൊക്കെ ഗോൾഫ് കളി, അങ്ങനെ ടെന്നീസ് കളിക്ക് ഇതിന് ശേഷം പോകാറുണ്ട് പുറം രാജ്യത്തൊക്കെ ഉള്ളവർ. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേള എടുക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. മൈ ഡോക്ടറിൽ ഒരു ഇടവേള. ഊണുപൊടി പൊടിക്കാം, സദ്യ കെങ്കേമമാക്കാം. മലയിൽ സാമ്പാർ പൊടി. ഊണ് ഞാൻ കോഴിയിലോട്ട് മാറ്റിയിട്ടുണ്ട്.
പൃഥ്വിരാജ് കൂടി കുറവൊക്കെ പറയുന്നത്. ഞാൻ കളിക്കുന്ന തീക്കളിയാണ്, ഒന്നും കളിക്കുന്ന സൂപ്പർ. മൈ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, താങ്കളുടെ കയ്യിലിരിക്കുന്ന സന്ധി മാറ്റിവെച്ചതിന്റെ മോഡലാണെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ തേയ്മാനം ബാധിച്ച മുട്ടുകളിലെ മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു സർജറിയെ പറ്റി സംസാരിച്ചിരുന്നു. അതിൽ സന്ധി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന മോഡൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. തേഞ്ഞു പോയിട്ടുള്ള തൊടയലിൻ്റെ താഴത്തെ ഭാഗമാണത്. അവിടെ പ്രത്യേക രീതിയിലുള്ള കട്ടിങ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു സിമെൻറ്റിൻ്റെ ഒരു ലെയർ പൂശി അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു കപ്പ് പോലെയുള്ള ഒരു മെറ്റൽ നമ്മളത് ഘടിപ്പിച്ച് വെക്കുന്നത്. അതാണ് തൊടയലിൻ്റെ മേളിലേക്ക് വരുന്ന ഒരു കപ്പ്. അതിന് താഴെ നമ്മുടെ കാലിൻ്റെ മേളിൽ നമ്മൾ തേയ്മാനം ബാധിച്ച് ആ ഒരു പ്രതലം നീക്കം ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് സിമെൻറ്റിൻ്റെ ഒരു ലെയറും കൂടെ വെച്ച് ഉറപ്പിച്ച് നിർത്തുന്നതാണ് ഈ ഒരു പ്ലേറ്റ് പോലെ സാധനം. പിന്നെ ഈ മേളിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലെയറാണ്. ഇതാണ് പിന്നെ നമുക്ക് ശരിക്കുമുള്ള ബിയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ മുട്ട തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഇതിൽ മടക്കവും നോക്കും നടക്കുന്നതെല്ലാം ഈ ഒരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റിലായിരിക്കും. നമുക്ക് ഈ വേദന എടുക്കുന്ന മുട്ട് എങ്ങും പിന്നെ ഉരുമണില്ല, നമുക്ക് അതോടുകൂടി വേദന മാറിക്കിട്ടാണ്. നമ്മുടെ മുട്ട് പുറമേ എല്ലാം നമ്മുടെ സാധാരണ പോലുള്ള മുട്ടായിട്ട് മാത്രമേ കാണുകയുള്ളൂ. ഒരു മുറിവ്, ഒരു ലൈനിൻ്റെ മുറിവ് മാത്രമേ വെളിയിലുള്ളൂ. ഈ സംവിധാനമൊന്നും രോഗികൾ പുറത്ത് കാണുന്നതല്ല. ഇതെല്ലാം ബോണിനകത്ത് ഉള്ളിലിരിക്കുന്ന സംവിധാനങ്ങളായിരിക്കും. ഇതാണ് മുട്ടിൻ്റെ മൂവ്മെന്റ്. നമുക്ക് മുട്ടിന്റെ പഴയ പോലുള്ള തന്നെ ഫുൾ മൂവ്മെന്റും ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ അതേ മൂവ്മെന്റ് വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. വളരെയധികം നന്ദി ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം. ARMC മൈ ഡോക്ടർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ARMC. ആർക്കും താങ്ങാവുന്ന ചിലവിൽ ഒരു ക്ലിനിക്കുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ IVF ചികിത്സാ കേന്ദ്രം ARMC. Padma Shri Naren Karthikeyan racing to Trivandrum on March 9th for the inauguration of CUP.